ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇന്റർസെപ്റ്ററിനെ ഉടച്ചു വാർത്തപ്പോൾ ലോക്ക് സ്റ്റോക്കിനെ അംഗീകരിച്ച റോയൽ എൻഫീൽഡ്. റോയൽ എൻഫീൽഡിന്റെ പുതിയ ഇരട്ട ബൈക്കുകളെ കാത്തിരിക്കുകയാണ് ഇന്ത്യ. ഇന്റർസെപ്റ്റർ, കോണ്ടിനെന്റൽ GT 650 ബൈക്കുകളെ വിപണിയിലേക്ക് ഉടൻ കൊണ്ടുവരുമെന്ന് റോയൽ എൻഫീൽഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ പുതിയ 650cc മോഡലുകളെ പ്രതീക്ഷിക്കാം. അതേസമയം ബൈക്കുകളുടെ വരവ് കൊഴുപ്പിക്കാനെന്നവണ്ണം 680cc ഇരട്ടകളെ ആധാരമാക്കിയുള്ള കസ്റ്റം അവതാരത്തെ ആരാധകർക്ക് മുന്നിൽ കമ്പനി അവതരിപ്പിച്ചു. പേര് ലോക്ക്സ്റ്റോക്ക്. ലണ്ടനിൽ വെച്ചാണ് റോയൽ എൻഫീൽഡ് ലോക്ക്സ്റ്റോക്ക് എഡിഷനെ കമ്പനി ഔദ്യോഗികമായി അനാവരണം ചെയ്തത്. ഇന്റർസെപ്റ്റർ, കോണ്ടിനെന്റൽ GT 650 മോഡലുകളിൽ ഉപയോഗിച്ചിട്ടുള്ള 650cc എഞ്ചിനാണ് ലോക്ക്സ്റ്റോക്കിൽ. ഉയർന്ന പ്രകടനക്ഷമത റോയൽ എൻഫീൽഡിന്റെ കസ്റ്റം ബൈക്ക് കാഴ്ചവെക്കും. ഇന്ധന ടാങ്കും എഞ്ചിനും ഒഴികെ ബാഹ്യ ഘടകങ്ങളെല്ലാം കമ്പനി ഉടച്ചുവാർത്തു. ഫ്രെയിം, സസ്പെൻഷൻ, സീറ്റ്, ടയറുകൾ, ഹാൻഡിൽ എന്നിവയെല്ലാം കസ്റ്റം നിർമ്മിതം. ബോഡി വർക്ക് തന്നെ കുറവ്. കസ്റ്റം ബോഡി പാനലുകൾ ലോക്ക് സ്റ്റോക്കിൽ ശ്രദ്ധയാകർഷിക്കും. LED പ്രഭാവലയമുള്ള പ്രൊജക്ടർ ലാമ്പും ചെറു വിൻസ്ക്രീനും ലോക്ക് സ്റ്റോക്കിന്റെ പരുക്കൻ ഭാവത്തെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. ബൈക്കിന്റെ കൊഴുത്തുരുണ്ട ആകാരം എയറോഡൈനാമിക് മികവ് ഉറപ്പുവരുത്തും. വായു പ്രതിരോധം കുറയ്ക്കാൻ വേണ്ടി മുൻ മഡ്ഗാർഡും രൂപം മാറി. കാർബൺ ഫൈബർ ശൈലിയും ലോക്ക് സ്റ്റോക്കിൽ കാണാം. മുൻ സസ്പെൻഷനിലുമുണ്ട് മാറ്റങ്ങൾ. ഒലിൻസിൽ നിന്നുള്ള അപ്സൈഡ് ഡൗൺ ഫോർക്കുകളാണ് ബൈക്കിൽ. സസ്പെൻഷന് ഉയരം നന്നേ കുറവ്. ബൈക്കിന്റെ ഉയരം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയാണിത്. അമിത വേഗത്തിലും നിയന്ത്രണം നഷ്ടപ്പെടാതെ സ്ഥിരത പുലർത്താൻ പരിഷ്കരിച്ച സസ്പെൻഷൻ ലോക്ക് സ്റ്റോക്കിനെ പിന്തുണയ്ക്കും. പുതിയ ഹാൻഡിൽ ബാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധന ടാങ്കിനോട് ചേർന്നിരുന്ന് മാത്രമേ ലോക്ക് സ്റ്റോക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അമിത വേഗത്തിൽ വായു പ്രതിരോധം ഗണ്യമായി കുറയ്ക്കാൻ ഈ നടപടി സഹായിക്കും. ഷാസിക്ക് നീളം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ വീൽ ബേസും കൂടിയിട്ടുണ്ട്. ബൈക്കിലെ എക്സോസ് സംവിധാനം കസ്റ്റം നിർമ്മിതം. ബെല്ലി ഘടനയോട് ഇഴകിച്ചേർന്നാണ് മഫ്ലറുകൾ നിലകൊള്ളുന്നത്. കോണ്ടിനെന്റൽ GT 650യുടെ ഇന്ധന ടാങ്കാണ് ലോക്ക് സ്റ്റോക്കിൽ ഇടം പിടിക്കുന്നത്. ലോക്ക് സ്റ്റോക്കിന്റെ കരുത്തുൽപാദനം സംബന്ധിച്ച വിവരങ്ങൾ റോയൽ എൻഫീൽഡ് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പുതിയ എയർ ഫിൽട്ടർ എഞ്ചിനിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുവെക്കുന്നു. 47 bhp കരുത്തും 52 Nm ടോർക്കുമാണ് റോയൽ എൻഫീൽഡിന്റെ 648cc ഇരട്ട സിലിണ്ടർ എഞ്ചിൻ സാധാരണ പരമാവധി ഉൽപ്പാദിപ്പിക്കുക. 6 സ്പീഡാണ് ഗിയർ ബോക്സ്. എന്തായാലും പുതിയ റോയൽ എൻഫീൽഡ് ലോക്ക് സ്റ്റോക്ക് എഡിഷൻ രാജ്യാന്തര തലത്തിൽ വൻ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു.